ഹലോ സ്റ്റുഡൻസ്, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ സെമിസ്റ്റർ എക്സാമിലും, അതായത് പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസാണ് നമ്മൾ നടത്തുന്നത്. അതിൽ ഈ സെഷനിൽ നടത്തുന്നത് 2 മാർക്കിൻ്റെ മാത്രം സെഷനാണ്. ഇത് പാർട്ട് എയിൽ 2 മാർക്കിന് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10 മാർക്കിന് ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക്. അപ്പോൾ അത് ഒക്ടോബർ 2016 PPSCയുടെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ 1 or 2 sentences. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്ക്. 1 or 2 സെൻറ്റൻസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ടേം പാറ്റേൺ ഇൻ കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൽ പാറ്റേൺ എന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്, ഒന്നാമത്തെ മൊഡ്യൂളിൽ കാസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് പാറ്റേൺ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെപ്ലിക്ക ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി മെയ്ഡ്. എന്താണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് പാറ്റേൺ. ഓക്കെ, അപ്പോൾ അത് 1 or 2 സെൻറ്റൻസിൽ എഴുതിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേണിൻ്റെ ഫിഗർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. എക്സാമ്പിളായിട്ട് ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു പാറ്റേണിൻ്റെ ഫിഗറൊക്കെ വരച്ചു കൊടുക്കാം. നല്ലതാണ്, ഫുൾ മാർക്ക് കിട്ടാൻ നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫോർജിങ്. ഫോർജിങ് എന്താണ്? അത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു എന്താണ് ഫോർജിങ്. ഫോർജിങ് എന്നൊരു ഡെഫിനേഷൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രിൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റീരിയൽ ഈസ് ഷേപ്പ്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ലോക്കലൈസ്ഡ് കംപ്രസീവ് ഫോഴ്സസ് എക്സേർട്ടഡ് മാനുവലി ഓർ വിത്ത് പവർ ഹാമേഴ്സ്, പ്രസ്സസ് ഓർ സ്പെഷ്യൽ ഫോർജിങ് മെഷീൻ. ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് ആ മെറ്റലിൽ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് ഹാമർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു മെഷീനറീസ് ഉപയോഗിച്ചിട്ടൊക്കെ ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് ഫോർജിങ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ വെൽഡബിലിറ്റി. വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങളെ പ്രിൻറ്റിൽ ഉണ്ടാവില്ല, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. The weldability, also known as joinability of a material, refers to its ability to be welded. അതായത് ഒരു മെറ്റീരിയലിനെ വെൽഡ് ചെയ്യാനുള്ള, ആ മെറ്റീരിയൽ വെൽഡിങ്ങിന് വിധേയമാവാനുള്ള എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെട്ടെന്ന് വെൽഡ് ആവാനുള്ള ഒരു എബിലിറ്റി ഓരോ മെറ്റീരിയലിനും ഓരോ പ്രത്യേകതയാണ്. അപ്പോൾ അതിനുള്ള ഒരു എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് വെൽഡബിലിറ്റി അല്ലെങ്കിൽ ജോയിനബിലിറ്റി എന്ന് വിളിക്കുന്നത്. മെനി മെറ്റൽസ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്സ് ക്യാൻ ബി വെൽഡഡ്, ബട്ട് സം ആർ ഈസിയർ ടു വെൽഡ് ദാൻ അതർ. കുറേ മെറ്റലുണ്ട്, പ്ലാസ്റ്റിക്, അതുപോലെ ഇപ്പോൾ മെറ്റൽ തന്നെ വിവിധ തരത്തിലുള്ള മെറ്റലുകളുണ്ട്. അതിൽ ഓരോ മെറ്റീരിയലിനും വെൽഡ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും, കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും, ചിലത് ഈസി ആയിരിക്കും. സോ എ മെറ്റീരിയൽസ് വെൽഡബിലിറ്റി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വെൽഡിംഗ് പ്രോസസ് ആൻഡ് ടു കമ്പയർ ദ ഫൈനൽ വെൽഡ് ക്വാളിറ്റി ടു അതർ മെറ്റീരിയൽസ്. എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയലിന് പറ്റിയ വെൽഡിങ്ങിൻ്റെ രീതി ഏതാണെന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ചില മെറ്റീരിയൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് കറണ്ട് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ പറ്റും, ചില മെറ്റീരിയൽ അതൊന്നും പറ്റില്ല, പ്രഷർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആർക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മെറ്റീരിയലിനനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് എനി 2 types ഓഫ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്സ്. ഏതെങ്കിലും 2 ടൈപ്പ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്സ്. അതൊരു വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ടൈപ്പാണ്. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ
2 ടൈപ്പ് വെൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂഷൻ വെൽഡിങ്, അതേപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. അങ്ങനെ 2 ടൈപ്പ് വെൽഡിങ് ഉണ്ട്. അപ്പോൾ അത് എന്താ നോക്കാം. Solid state welding is a welding process in which 2 workpieces are joined under a pressure, providing an intimate contact between them and at a temperature essentially below the melting point of the parent material. Bonding of the materials is a result of diffusion of their interface atoms. അതായത് ഈ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ 2 വർക്ക് പീസ് ഉണ്ട്. ആ 2 വർക്ക് പീസ്, ഇതിപ്പോൾ 2 വർക്ക് പീസാന്ന് വെച്ചോ. ഇതൊരു വർക്ക് പീസാണ്, മറ്റൊരു വർക്ക് പീസുണ്ട്. ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു, ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നു. അങ്ങനെ പ്രഷർ അങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ട് ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ ഒരു റീജിയനിൽ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രഷർ കാരണം ഇവിടെ ഒരു കോണ്ടാക്റ്റ്, അവിടെയുള്ള കോണ്ടാക്റ്റിലുള്ള പ്രഷർ കാരണം, ഫ്രിക്ഷൻ കാരണം അവിടെ ഇങ്ങനെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹീറ്റ് കൊണ്ട് ആ 2 മെറ്റലും തമ്മിൽ ജോയിൻ്റ് ആവും. ഈ ഒരു ഭാഗം ജോയിൻ്റ് ആവും. ഇങ്ങനത്തെ ഒരു വെൽഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. ഇതിലൊരിക്കലും മെറ്റൽ സാധാരണ പോലെ എന്താവുന്നില്ല, ഉരുകുന്നില്ല. അതായത് മറ്റേ സാധാരണ ഫ്യൂഷൻ വെൽഡിങ്ങിൽ മെറ്റൽ എന്താ ചെയ്യുന്നത്, മെറ്റൽ അവിടെ ഉരുകി മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ എത്തിയിട്ട് മെറ്റൽ ഉരുകിയിട്ട് തമ്മിൽ ജോയിൻ്റ് ആവുകയാണ് സാധാ ആർക്ക് വെൽഡിങ്ങിൽ അല്ലെങ്കിൽ ഫ്യൂഷൻ വെൽഡിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ ഇവിടെ ആക്ച്വലി അത് നമുക്ക് ഉരുകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് ബോണ്ടിങ് ഓഫ് മെറ്റീരിയൽസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ, ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു കൊളുത്തി പിടിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു ഡിഫ്യൂഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡിഫ്യൂഷൻ, ഒരു ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരിക്കലും എന്തെല്ലാം മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് പാരൻ്റ് മെറ്റൽ, ആ മെറ്റലിലെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ മുകളിലോട്ട് കടക്കുന്നില്ല. മുകളിലോട്ട് ഹീറ്റ് കടന്നാൽ പിന്നെ അത് ഉരുകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ താഴെ വരെയാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചർ എത്തുന്നുള്ളൂ. എന്നിട്ട് അങ്ങനെയാണ് അവിടെ ജോയിനിങ് നടക്കുന്നത്. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് പ്രോസസ് ഉണ്ടെന്നാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് 2 ടൈപ്പ് വെൽഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്യൂഷൻ വെൽഡിങ് ഉണ്ട്, അതേപോലെ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് ഉണ്ട്. അപ്പോൾ ഫ്യൂഷൻ വെൽഡിങ്ങിൽ മെറ്റൽ തമ്മിൽ ഉരുകും, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ മെറ്റൽ ഉരുകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിഫ്യൂഷൻ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഫ്യൂഷൻ വെൽഡിങ്ങിന് എക്സാമ്പിളാണ് നമ്മുടെ ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, എനർജി, ലേസർ വെൽഡിങ് ഒക്കെ. അതേസമയം സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൻ്റെ 2 എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ എക്സാമ്പിളാണ് കോൾഡ് വെൽഡിങ്, റോൾ വെൽഡിങ്, പ്രഷർ വെൽഡിങ്, ഡിഫ്യൂഷൻ വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലേതെങ്കിലും 2-3 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, 2 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. ഡ്രില്ലിംഗ് ഓപ്പറേഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾ ഇൻ എ വർക്ക് പീസ്. ഒരു വർക്ക് പീസിൽ ഒരു ഡ്രില്ലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡ്രില്ലിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 2016 ചോദിച്ച 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഒക്ടോബർ 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ പാർട്ട് എ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മെഷീനിങ് എലവൻസ്. മെഷീനിങ് എലവൻസ് എന്താണ്? അത് നമ്മൾ പാറ്റേണിൽ വരുന്ന എലവൻസ് ആണെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാറ്റേൺ എലവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
അപ്പോൾ അതിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലെന്ത് സംഭവിക്കും, കുറേ മെറ്റീരിയൽ നമുക്ക് കറക്റ്റ് സർഫസ് ഫിനിഷ് കിട്ടണമെന്നില്ല. അപ്പോൾ സർഫസ് ഫിനിഷ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മെഷീൻ ചെയ്ത് കളയണം. അപ്പോൾ ഈ മെഷീൻ ചെയ്ത് കളയുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ഇവിടെ ഇങ്ങനെ മെറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് നമ്മൾ ലെയ്ത്തിലൊക്കെ വെച്ച് മെഷീൻ ചെയ്യുമ്പോൾ മെറ്റലിന് നമുക്ക് വേണ്ട സൈസിനേക്കാളും കുറയും. അപ്പോൾ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പാറ്റേണിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടി കൊടുക്കണം അല്ലേ. പാറ്റേണിൻ്റെ സൈസ് ഒന്നുകൂടി കൂട്ടി കൊടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് 4 ഭാഗവും ഇതേപോലെ മെഷീൻ ലെയ്ത്തിൽ വെച്ച് മെഷീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണ്ട അതേ സൈസ് തന്നെ പ്രൊഡക്റ്റ് കിട്ടും. അതാണ് മെഷീനിങ് അലവൻസ്. അപ്പോൾ അതിൻ്റെ നോട്ട് അതിൻ്റെ പ്രിൻറ്റിലുണ്ടായിരിക്കും, അലവൻസ് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹോട്ട് വർക്കിംഗ്. ഹോട്ട് വർക്കിംഗ് എന്താണ്? വർക്കിംഗ് ഓഫ് ദ മെറ്റീരിയൽ എബോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറാണ്. ഒരു മെറ്റലിനെ എടുത്തിട്ട് അതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും മുകളിലോട്ട് ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് വർക്കിംഗ്. ഇനി അതല്ല റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെ വരെ ഹീറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് വർക്കിംഗ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹോട്ട് വർക്കിംഗ് ആണ്. അടുത്ത് ഡിഫൈൻ വെൽഡിങ്. വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അത് 3ാമത്തെ മൊഡ്യൂളിൻ്റെ പ്രിൻ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വെൽഡിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the process of joining two similar or dissimilar metals with the application of heat, with or without application of pressure, and with or without use of filler material. ഒരു 2 മെറ്റൽ സിമിലറോ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റലുകൾ തമ്മിൽ പ്രഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെയോ, ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് വെൽഡിങ്. അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ക്രാറ്റർ. ക്രാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെൽഡ് ക്രാറ്ററാണ്. വെൽഡ് ക്രാറ്റർ അത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 മെറ്റൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു 3D വ്യൂ നോക്കുമ്പോൾ അങ്ങനെ 2 മെറ്റൽ ഇവിടെ നമ്മളിങ്ങനെ ജോയിൻ്റ് അടിക്കുകയാണ്. ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വരും, എൽ ഷേപ്പിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കുകയാണ്, എൽ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന ഇടയ്ക്ക് ഈ ജോയിൻ്റ് ഫുള്ളാവാതെ അതിൻ്റെ തൊട്ട് മുന്നേ വെച്ചിട്ട് ചിലപ്പോൾ ഫുള്ളാവാത്തൊരവസ്ഥ വരും. ആ വെൽഡിങ് ആ തല മുതൽ ഈ തല വരെ ഈ എൻഡ് വരെ ഇവിടെ എത്തുന്നില്ല, ഈ എൻഡ് കൊണ്ട് എത്താതെ അവിടെ വെച്ചിട്ട് വെൽഡിങ് സ്റ്റോപ്പായി പോവുക. അതൊരു വെൽഡിങ് ഡിഫക്റ്റാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് ആർക്ക് ഓഫാവുന്ന സമയത്താണ് ആ വെൽഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുക. അതിനെ വിളിക്കുന്ന പേരാണ് ക്രാറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് നോക്കാം. വെൽഡ് ക്രാറ്റർ ഈസ് ദ അൺഫിൽഡ് എൻഡ് ഓഫ് എ വെൽഡ്. ഒരു വെൽഡിൻ്റെ അൺഫില്ലായിട്ടുള്ള എൻഡിനെ വിളിക്കുന്ന പേരാണ് ക്രാറ്റർ. ദ ഫുൾ ക്രോസ് സെക്ഷൻ ഓഫ് വെൽഡ് ഈസ് നോട്ട് ഫിൽഡ് ആൻഡ് ഈസ് കൺസിഡേർഡ് എ വെൽഡ് ഡിഫക്റ്റ്. വെൽഡ് ക്രാറ്റർ കോസ് സ്റ്റോപ്പിംഗ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ദ ആർക്ക് ടു സൺ. വളരെ പെട്ടെന്ന് ചിലപ്പോൾ ആർക്ക് ഇല്ലാതായി പോകുന്നതിനാണ് കെട്ടുപോവുക. ആർക്ക് ഓഫായി പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നോട്ട് വെയിറ്റിംഗ് ടു ഫിൽ ദ വെൽഡ് എൻഡ്. അത് ഫുള്ളാവാതെ പെട്ടെന്ന് ഓഫായി പോകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 4 ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് വീൽ. ഏതെങ്കിലും 4 ടൈപ്പ് ഗ്രൈൻഡിങ് വീലിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ നോക്കാം. ഗ്രൈൻഡിങ് വീല്, ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് വീൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈറ്റ് വീല് 4ാമത്തെ മൊഡ്യൂളിലുണ്ട്. സ്ട്രൈറ്റ് വീല്, റിസസ്ഡ് വീല്, ടാപ്പേഡ് വീല്, ഡിഷ്ഡ് വീല്, അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്. ഇവിടെ 4 ലിസ്റ്റ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ലിസ്റ്റിങ് മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ 6 മാർക്കിന് ചോദിച്ചാൽ ഇത് വരച്ച്
എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, 2 മാർക്കിന് ആയതുകൊണ്ട് 4 ജസ്റ്റ് എഴുതിയാൽ മതി, വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ നോക്കാം. ഏപ്രിൽ 2018 ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ സ്വീപ്പ് പാറ്റേൺ. സ്വീപ്പ് പാറ്റേൺ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തെ മൊഡ്യൂളിലുണ്ട്, നോക്കാം. ഇതിൽ ടൈപ്സ് ഓഫ് പാറ്റേൺ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സ്വീപ്പ് പാറ്റേൺ. ഈ സ്വീപ്പ് ഈസ് എ ബോർഡ് മെയ്ഡ് ഓഫ് വുഡ് ഓർ മെറ്റൽ ടു ദ റിക്വയർഡ് ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് 1 എഡ്ജ് ടു ഷേപ്പ് മോൾഡ് ഹാവിങ് സിമെട്രിക്കൽ ഷേപ്പ്. എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു റോഡ്, ആ റോഡിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സാൻഡിലോട്ട് ഇറക്കി വെച്ചിട്ട് ഈ ഷീറ്റിനെ ഒന്നാണ്ട് തിരിക്കും. ഈ ഷീറ്റിനെ ഒന്നാണ്ട് തിരിക്കുമ്പോൾ അതേ ഷേപ്പ് സാൻഡിൽ ഉണ്ടായി വരും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്വീപ്പ് പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സിമ്മട്രിക്കലായിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്താൽ 2 സൈഡും ഒരേപോലെ വെക്കണമുള്ള ഷേപ്പിനാണ് സിമ്മട്രിക്കൽ എന്ന് വിളിക്കുക. അപ്പം അങ്ങനെയുള്ള കാസ്റ്റിങ്ങിന് മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ദ ടേം എക്സ്ട്രൂഷൻ. എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ടേം ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എക്സ്ട്രൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ 2 പ്രോസസ്സുകൾ പഠിച്ചിരുന്നു. അതിലുണ്ടായിരുന്നു ഒന്നുമില്ല, എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ഡിഫൈൻ എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഹോളിലൂടെ, ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മെറ്റലിനെ പാസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിൻ്റെ ഉള്ളിലൊരു ക്രോസ് സെക്ഷൻ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് മെറ്റലുള്ളത്. ഹോട്ട് മെറ്റൽ ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഒരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്തപ്പോൾ ആ മെറ്റൽ ഇതിലൂടെ പുറത്തോട്ട് ഇങ്ങനെ ആ ക്രോസ് സെക്ഷൻ്റെ ഉള്ളിലൂടെ മെറ്റൽ പുറത്തോട്ട് ഉന്തി വന്നു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, പുറത്തേക്ക് വരുന്നതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഷേപ്പുള്ള ഒരു പാസേജാണ് ഈ സിലിണ്ടറിൽ വെച്ചിട്ടുള്ളത് ആ ഷേപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എക്സ്ട്രൂഷൻ പ്രോസസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫ്യൂഷൻ വെൽഡിങ്. ഫ്യൂഷൻ വെൽഡിങ് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്യൂഷൻ വെൽഡിങ്ങും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് എന്താണെന്ന് പറഞ്ഞു. 2 മെറ്റീരിയൽ തമ്മിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ആ വെൽഡിങ്ങിൻ്റെ സോണിൽ ഈ പാരൻ്റ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതൽ ഹീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പാരൻ്റ് മെറ്റൽ തമ്മിൽ അത് മെൽറ്റാവും, ഉരുകിയിട്ട് മെറ്റൽ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഹീറ്റ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ആ മെറ്റൽ ഉരുകിയിട്ടാണ് അവിടെ ജോയിൻ്റ് ആവുന്നത്. അങ്ങനെയുള്ള വെൽഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ വെൽഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ തെർമിറ്റ് വെൽഡിങ്. തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. അപ്പോൾ എന്തായിരുന്നു തെർമിറ്റ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ? തെർമിറ്റ് വെൽഡിങ് എന്ന് പറയുമ്പോൾ അയൺ ഓക്സൈഡ് അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ പൗഡറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് 2 മെറ്റലുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന പ്രോസസ്സാണ് തെർമിറ്റ് വെൽഡിങ്.
പറഞ്ഞിരുന്നു. സാധാരണ ഇത് റെയിൽവേ ട്രാക്കിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിലാണ് ഉപയോഗിക്കാറുള്ളത്. തെർമിറ്റ് വെൽഡിങ് കൊണ്ടാണ് ഈ ട്രാക്കുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ്, അലുമിനിയം പൗഡർ, അത് പിന്നീട് ഫ്രീ അയണായിട്ട് മാറും, അലുമിനിയം ഓക്സൈഡും. അതിനോട് കൂടെ തന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കൊണ്ടാണ് ഈ രണ്ട് പാർട്ട് തമ്മിൽ ജോയിൻ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ Fe2 അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് Fe2O3 പ്ലസ് 2Al അലുമിനിയം ഗിവ്സ് 2Fe പ്ലസ് Al2O3 പ്ലസ് ഹീറ്റ്. അതാണ് ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. റൈറ്റ് ദ പർപ്പസ് ഓഫ് എ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ. സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ്റെ പർപ്പസ് എന്താണ്? അത് അടുത്ത ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഗ്രൈൻഡിങ് മെഷീൻ എന്തിനാണെന്ന് അറിയാലോ. ഗ്രൈൻഡിങ് മെഷീൻ ചെയ്തെടുക്കാനാണ്. ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റൽ പാർട്ടിനെ ജോയിൻ ചെയ്യിക്കാൻ, ഫിനിഷ് ചെയ്യാനുള്ള ഒരു മെഷീനാണത് ഗ്രൈൻഡിങ് മെഷീൻ. അൺവാണ്ടഡ് പാർട്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഗ്രൈൻഡിങ് മെഷീൻ. അങ്ങനെ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. സർഫസ് ഗ്രൈൻഡിങ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സ്മൂത്ത് ഫിനിഷ് ഓൺ ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസിൽ സ്മൂത്ത് ഫിനിഷ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർഫസ് ഗ്രൈൻഡിങ് ഉപയോഗിക്കുന്നത്. അതിനുള്ള ഓരോ സർഫസ് ഗ്രൈൻഡിങ് മെഷീനുകളാണിത്. ഹൊറിസോണ്ടൽ, പിന്നെ വെർട്ടിക്കൽ ടൈപ്പ്, ഹൊറിസോണ്ടൽ ടൈപ്പ് ഉണ്ട്, വെർട്ടിക്കൽ ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പുകളും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെമ്മിലുണ്ടായ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒക്ടോബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒക്ടോബർ 2018 ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിസ്റ്റോർഷൻ ഓർ ക്യാമ്പർ എലവൻസ്. ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ക്യാമ്പർ എലവൻസ് എന്താണ് എന്നാണ്. അപ്പോൾ അതിൽ എന്തായാലും ക്യാമ്പർ എലവൻസ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ്. ഡിസ്റ്റോർഷൻ എലവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഷേപ്പുകളൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊക്കെ അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിൻറ്റിൽ ഒന്ന് നോക്കി പഠിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു യു ഷേപ്പിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വേണം. ഇതാണ് വേണ്ട ഷേപ്പ്, കറക്റ്റ് യു ഷേപ്പ്. പക്ഷെ അത് നമ്മൾ കറക്റ്റ് ഈ യു ഷേപ്പ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ മെറ്റൽ സോളിഡായി മാറുന്ന സമയത്ത്, കൂളാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറയുക, ഈ മെറ്റൽ ഇങ്ങനെ ബെൻഡാവാനുള്ള, ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലോട്ട് ഇങ്ങനെ കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പം തന്നെ എങ്ങനെ ഉണ്ടാക്കുമ്പം തന്നെ യു ഷേപ്പല്ല, ചെറുതായിട്ടൊന്ന് വൈഡായിട്ടുണ്ടാക്കും. ഇത്ര ഒന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ. അപ്പോൾ കാസ്റ്റിങ് അത് കൂളാവുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വരുമല്ലോ, ഉള്ളിലോട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളും. കറക്റ്റ് യു ഷേപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, അതാണ് ഡിസ്റ്റോർഷൻ. അപ്പോൾ അതിന് ആ ഒരു അലവൻസാണ് എന്ത് പാറ്റേണിൽ ഈ ഒരു രീതിയിൽ വേണം പാറ്റേൺ. ഇപ്പോൾ ഈ ഒരു യു ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പാറ്റേണിൻ്റെ ഷേപ്പ് ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കണം. ഈ ഒരു അലവൻസിന് വിളിക്കുന്ന പേരാണ് ക്യാമ്പർ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ക്യാമ്പർ അലവൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഡിഫൈൻ ഹോട്ട് റോളിംഗ്. ഹോട്ട് റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റോളിംഗ് പ്രോസസ്സ് അറിയാലോ. റോളിംഗ് പ്രോസസ്സ് പറയുമ്പോൾ രണ്ട് റോളറുകൾക്കിടയിലൂടെ ഇത്ര തിക്നെസ്സുള്ള ഷീറ്റ് കടത്തിവിടുമ്പോൾ ഈ റോളർ ഒന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും കറങ്ങുന്നുണ്ടാവും. കടത്തിവിടുമ്പോൾ ഷീറ്റിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ട് ചെറിയ തിക്നെസ്സുള്ള ഷീറ്റായിട്ട് അങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് റോളിംഗ് പറയുന്നത്. അപ്പോൾ ഹോട്ട് റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഈ ഷീറ്റിനെ
റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഷീറ്റിനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ ആ ഷീറ്റിനെ ഹീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റോളിംഗ് പ്രോസസ്സ് നടത്തുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് റോളിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സോൾഡറിങ്. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞങ്ങൾ മൊഡ്യൂളിൽ പ്രിൻ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. സോ സോൾഡറിങ് നിങ്ങൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഉണ്ട്, അത് നോക്കാം. സോൾഡറിങ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ വർക്ക് പീസസ് ബൈ മീൻസ് ഓഫ് എ തേർഡ് മെറ്റൽ. അതിനെ വിളിക്കുന്ന പേരാണ് സോൾഡർ. അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 430 degree Celsius, which is the above melting point of the solder but below the melting point of either of the materials being joined. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റലുകൾ തമ്മിൽ, സാധാരണ ഇലക്ട്രോണിക്സിലാണ് ഉപയോഗിക്കുന്നത്, രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ്റ് ആക്കണം. ജോയിൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ സോൾഡർ ഉപയോഗിച്ചിട്ട് ഒരു ബോണ്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ, ഓക്കെ, ലെഡ്, അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ജോയിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലെഡ് ഉരുകുന്നു, പക്ഷേ ഈ ഹീറ്റ് ചെയ്യേണ്ട ജോയിൻ്റ് ആക്കേണ്ട ഈ മെറ്റൽ, ഈ രണ്ട് മെറ്റൽ ഒരിക്കലും എന്താവില്ല, ഉരുക്കി പോണില്ല. പകരം ഈ സോൾഡർ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഉരുകുള്ളൂ. ഉരുകിയിട്ട് തമ്മിൽ ജസ്റ്റ് ഒട്ടിപ്പിടിക്കും, ഗമ്മിട്ട് ഒട്ടിക്കൂല, അതേപോലത്തെ ഒരു എഫക്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 430 degree Celsiusനേക്കാളും കുറവാണ് അവിടുത്തെ ഹീറ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എന്താണ്? ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ അത് വെൽഡിങ്ങിൽ വരുന്ന ഭാഗമാണ്, നോക്കാം. Arc length in arc welding. It is the straight distance between the electrode tip and the job surface when an arc is formed. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു മെറ്റലിന് മുകളിൽ നമ്മളിങ്ങനെ ആർക്ക് ഉപയോഗിച്ചിട്ട്, ആർക്ക് വെൽഡിങ് ഉണ്ടല്ലോ, ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്യാണ്. ആ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആർക്ക് ഉണ്ടാവും. ആ ആർക്കിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിൻ്റെ ടിപ്പ് മുതൽ, ഇലക്ട്രോണിൻ്റെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഈ ഇലക്ട്രോണിൻ്റെ ടിപ്പ് മുതൽ ഈ ജോയിൻ്റ് ചെയ്യുന്ന സർഫസ് ഉണ്ടല്ലോ, ഈ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത്. ഓക്കെ, ആ ആർക്കിൻ്റെ ലെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം 2 types ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 2 types ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് സർഫസ് ഫിനിഷ്. സർഫസ് ഫിനിഷിങ്ങിൻ്റെ ആ ഒരു കാറ്റഗറി വെച്ചിട്ട് 2 ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റഫ് ഗ്രൈൻഡർ, 2 ടൈപ്പ് ഗ്രൈൻഡറുള്ള, റഫ് ഗ്രൈൻഡറും പ്രിസിഷൻ ഗ്രൈൻഡറും. അപ്പോൾ റഫ് ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. റഫിങ് ഗ്രൈൻഡിങ് ആകുമ്പോൾ അത് കൂടുതൽ മെറ്റീരിയൽ അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റഫ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. പ്രിസിഷൻ ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ അത് നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും, കുറഞ്ഞ മെറ്റീരിയൽ അതിൽ നിന്ന് റിമൂവ് ആവുള്ളൂ. അപ്പോൾ റഫ് ഗ്രൈൻഡർ 2 ടൈപ്പ് ഉണ്ട്, ഫ്ലോർ ഓർ ബെഞ്ച് ഗ്രൈൻഡർ, പോർട്ടബിൾ, അബ്രസീവ്. അതുപോലെ പ്രിസിഷൻ ടൈപ്പ് സർഫസ് ഗ്രൈൻഡർ, സിലിണ്ട്രിക്കൽ, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, കുറേ ടൈപ്പ് ഗ്രൈൻഡർ ഉണ്ട്. അപ്പോൾ സർഫസ് ഫിനിഷിങ് വെച്ചിട്ട് 2 ടൈപ്പ് ഉള്ളത്, ഒന്ന് റഫ് ഗ്രൈൻഡറും പ്രിസിഷൻ ഗ്രൈൻഡറും. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏപ്രിൽ 2019. അതിൽ പാർട്ട് എ, സ്റ്റേറ്റ് ഷ്രിങ്കേജ് അലവൻസുകളെ കുറിച്ചിട്ട് മാറി മാറി ചോദിക്കുന്നുണ്ട്. ഷ്രിങ്കേജ് അലവൻസ് എന്താണ്? ഷ്രിങ്കേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ കാസ്റ്റിങ്ങിൽ ഒക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ടുകളൊക്കെ, അതിൽ നോക്കാം കേട്ടോ. എന്നാലും പറയുകയാണ്, ഒരു കാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഒരു മെറ്റൽ നമ്മൾ കാസ്റ്റ് ചെയ്തെടുത്തു. ആ കാസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് കൂളായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയൽ കൂളായാൽ അത് മൊത്തത്തിലൊന്ന് ചുരുങ്ങും, മൊത്തത്തിൽ ഒന്ന് ചുരുങ്ങിപ്പോവും, ഒന്ന് ഷ്രിങ്കാവും, ഒന്ന് ചുരുങ്ങും. അപ്പോൾ നമുക്ക് മെറ്റൽ കറക്റ്റ് സൈസിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇത് ചുരുങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഡയമെൻഷൻ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമേ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പാറ്റേൺ ഉപയോഗിക്കും. അപ്പോൾ ഇത് ചുരുങ്ങുമ്പോൾ നമുക്ക് വേണ്ട അതേ ഷേപ്പിലോട്ട് തന്നെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാറ്റേണിൻ്റെ സൈസ് വലുതാക്കും. അപ്പോൾ എത്രയാണോ വലുതാക്കുന്നത് അതിനാണ് ഷ്രിങ്കേജ് അലവൻസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനേഷനൊക്കെ ഒന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ it is the process of producing metal parts by pouring molten metal into the molding cavity of the required shape and allowing the metal to solidify. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ട് നമ്മൾ മൗൾഡ് ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചിട്ട്, അതൊരു ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പിലുള്ള പ്രൊഡക്റ്റാണോ വേണ്ടത് അതേ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു സാൻഡിൽ. എന്നിട്ട് അതിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് കൂളായി ആ ഒരു ഷേപ്പ് ഉണ്ടായിത്തീരുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യനാണ്, നെയിം 4 types ഓഫ് റോളിംഗ് മിൽ. ഏതെങ്കിലും 4 തരത്തിലുള്ള റോളിംഗ് മില്ലുകൾ. റോളിംഗ് പ്രോസസ്സ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ 4 ടൈപ്പുകൾ ഏതൊക്കെയുണ്ട് നോക്കാം. റോളിംഗ് മില്ലുകൾ വിവിധ തരത്തിലുണ്ട്. 2 ഹൈ റോളിംഗ് മിൽ, അതായത് 2 റോളർ ഉള്ളത്. പിന്നെ 3 റോളർ, 3 ഹൈ 3 റോളർ ഉള്ളത്, 4 റോളർ ഉള്ളത്. പിന്നെ ക്ലസ്റ്റർ മില്ല്, ഒരുപാട് റോളേഴ്സ് ഉള്ളത്. പിന്നെ പ്ലാനറ്ററി മില്ല്, അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏതെങ്കിലും 4 ടൈപ്പ് എഴുതി കൊടുക്കുക. വരച്ചു കൊടുത്താൽ അത്രയും നല്ലത്, വരക്കുന്നതാണ് ഏറ്റവും നല്ലത്. വരച്ച് തന്നെ കൊടുക്കുക കേട്ടോ, സിമ്പിളായിട്ട് വരച്ചാൽ മതി, ഫ്രീ ഹാൻഡ് ആയിട്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റേറ്റ് വെൽഡബിലിറ്റി ഓൾറെഡി നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആണ്, നോട്ട് ചെയ്യാം. അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫീഡ് മെക്കാനിസം ഓഫ് എ ലെയ്ത്ത്. ഒരു ലെയ്ത്തിൻ്റെ ഫീഡ് മെക്കാനിസം ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ലെയ്ത്തിൽ ആ ടൂള് മൂവ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഫീഡ് മെക്കാനിസം. ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീഡ് മെക്കാനിസം, ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ ദ ടൂൾ ഇൻ ടു ഓർ അലോങ് ദ വർക്ക് പീസ് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക്. ലെയ്ത്തിൽ വർക്ക് പീസ് ഇങ്ങനെ കറങ്ങുകയാണല്ലോ, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനോട് കൂടെ തന്നെ ഇങ്ങനൊരു വർക്ക് പീസ് ഉണ്ട് അല്ലേ, ഇങ്ങനെ വർക്ക് പീസ് ലെയ്ത്തിലുണ്ട്. ആ ലെയ്ത്ത് മെഷീനിൽ വർക്ക് പീസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കട്ടിംഗ് ടൂൾ ഉണ്ടല്ലോ, ആ കട്ടിംഗ് ടൂൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം, അല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം. അപ്പോൾ ഈ വർക്ക് പീസ്, ഇതാണ് വർക്ക് പീസ്. ഈ വർക്ക് പീസ് ഓരോ റെവല്യൂഷൻ കറങ്ങുമ്പോഴും ടൂൾ എത്രത്തോളം ഇങ്ങനെ അഡ്വാൻസ് ആവുന്നുണ്ട്, മൂവ് ആവുന്നുണ്ട്, ഓരോ റെവല്യൂഷനിൽ എത്ര കറങ്ങുന്നുണ്ട്, എത്ര നീങ്ങുന്നുണ്ട് ഈ ടൂള്, അതാണ് ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫീഡ് ദ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ ദ ടൂൾ ഇൻ ടു ഓർ അലോങ് ദ വർക്ക് പീസ് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ വർക്ക്. എൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് per റെവല്യൂഷനാണ്. ഓരോ റെവല്യൂഷനിൽ ഇത്ര നീങ്ങുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ per മിനിറ്റ്, ഓരോ മിനിറ്റിലും ഇത്ര നീങ്ങുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ആ ഒരു മെക്കാനിസം, ടൂൾ മൂവ് ചെയ്യുന്ന മെക്കാനിസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് മെക്കാനിസം ഉണ്ട്. ലോഞ്ചിറ്റ്യൂണൽ ഫീഡ്,
ക്രോസ് ഫീഡ്, ആംഗുലാർ ഫീഡ് എന്നുള്ള ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിൽ ഇതേപോലെ ലോഞ്ചിറ്റ്യൂഡനലായിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീലുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ആൻഡ് ടീത്ത് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡനലായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു വീലുണ്ട്. ഇനി ക്രോസ് ആയിട്ട്, അതായത് ഇങ്ങോട്ടും ടൂളിനെ നീക്കാൻ, ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ചാൽ ടൂൾ ഇങ്ങോട്ട് വരും. ഇനി ഇതേപോലെ നമ്മൾ സ്ക്രീനിൻ്റെ നേരെ നോക്കുമ്പോൾ ക്രോസ് ആയിട്ടുള്ളത് നോക്കാൻ വേണ്ടി ഒരു ക്രോസ് സ്ലൈഡിനുള്ള ഒരു വീലുണ്ട്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും, നേരെ സ്ക്രീനിലോട്ടും സ്ക്രീനിൽ നിന്ന് പുറത്തോട്ടും. ഓക്കെ. പിന്നെ ആംഗുലറായിട്ട് ചെയ്യുന്നതിന് ഇവിടെ വേറൊരു വീലുണ്ട്. ആംഗുലറായിട്ടുള്ള വേണമെങ്കിൽ ക്രോസ് ആയിട്ടും ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനായിട്ട് നീക്കാൻ കഴിയും. അതിങ്ങനെ തിരിച്ചു വെച്ചാൽ ആംഗുലറായിട്ടും പോകും. അപ്പോൾ അതാണ് ആ മെക്കാനിസം. സോ ഏപ്രിൽ 2019 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഇനി നമുക്ക് ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് വുഡ് പാറ്റേൺ. വുഡ് പാറ്റേണിൻ്റെ ഏതെങ്കിലും 2 ഡിസഡ്വാൻറ്റേജ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വുഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വുഡാണ്, അതിനധികം സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോരും, പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് വികസിക്കാനും ചുരുങ്ങാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. അത് വിശദമായിട്ട് പ്രിൻ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടൈം ഹോട്ട് ഡൈ ഫോർജിങ്. ഹോട്ട് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞു. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഹോട്ട് ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ്, ഡിഫൈൻ ദ ടേം ഓട്ടോജനസ് വെൽഡിങ്. ഓട്ടോജനസ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. An autogenous weld is a form of welding where the filler material is either supplied by melting the base material or is of identical composition. The weld may be formed entirely by melting parts of the base metal and no additional filler rod is used. There is some variation in use of this term. അതായത് 2 മെറ്റലുകൾ തമ്മിൽ, 2 പാർട്ടുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കണം. ആ ജോയിൻ്റ് ആക്കുന്നതിന് ഒരിക്കലും ഇവിടെ എക്സ്ട്രാ ഒരു ഫില്ലർ മെറ്റൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഫില്ലർ മെറ്റലൊന്നും ഉപയോഗിക്കാതെ ആ ഒരു പാരൻ്റ് മെറ്റൽ ഉപയോഗിച്ചിട്ട് തന്നെ തമ്മിൽ ജോയിൻ്റ് ആക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഓട്ടോജനസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പറ്റും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഒക്കെ ഓട്ടോജനസ് വെൽഡിംഗ് തന്നെയാണ്. അവിടെ ഒരു അഡീഷണലി ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു ഫില്ലർ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ആ ടൈപ്പ് വെൽഡിംഗ് ആണ് ഓട്ടോജനസ് വെൽഡിംഗ്. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഷീൽഡിംഗ് ഗ്യാസസ് യൂസ്ഡ് ഇൻ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഷീൽഡിംഗ് ഗ്യാസുകൾ ഏതൊക്കെയാണ്? അതായത് മിഗിൽ ഉപയോഗിക്കുന്ന ഷീൽഡിംഗ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്നാണ്. ഷീൽഡിംഗ് ഗ്യാസ് എന്തിനാണ്? ഓക്സിജനുമായിട്ട് കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ആർഗൺ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, ഹീലിയം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അലസവാതകങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഐഡൻറ്റിഫൈ ദ മെത്തേഡ് ഓഫ് ഗിയർ ഹോബിങ്. ഗിയർ ഹോബിങ് എന്ന് പറഞ്ഞതിൻ്റെ ഗിയർ ഹോബിങ്ങിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഗിയർ ഹോബിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഗിയർ ഹോബിങ്. അത് വളരെ പെട്ടെന്ന് ഗിയർ ഉണ്ടാക്കുന്നതിനാണ് ഗിയർ ഹോബിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹോബിങ് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഹൊറിസോണ്ടലായി നിൽക്കുന്ന ഒരു കട്ടർ ഉപയോഗിച്ചുണ്ടാക്കാം. ഇങ്ങനെ പല രീതിക്കും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഒരു ക്വസ്റ്റ്യനിൽ
ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗിയർ ഹോബി എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. വെർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടൈപ്പും വേണമെങ്കിൽ ചിത്രം വരക്കാം സിമ്പിളായിട്ട്. ഓക്കെ, താങ്ക് യു.